തുടർ വിവാദങ്ങൾക്കിടയിൽ ഇന്ന് നിയമസഭ വീണ്ടും ചേരും. ഫോൺ ചോർത്തൽ, വയനാട് ദുരന്തം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയും. മലപ്പുറം പരാമർശങ്ങളും പൂരം കലക്കലും ADGP P ശശി അൻവർ വിഷയങ്ങളും ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ഇന്ന് നിയമസഭ സമ്മേളിക്കുമ്പോൾ വിവാദ വിഷയങ്ങളടക്കം ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷം ആഞ്ഞടിക്കും. മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ച സഭ ചേർന്നെങ്കിലും അന്നത്തേക്ക് അനുശോചനം രേഖപ്പെടുത്തി പിരിയുകയായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇന്നു മുതൽ വീണ്ടും സഭ സജീവമാകുമ്പോൾ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നില്ലേ? ഇരുവർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നു മുതൽ സഭയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും എല്ലാമുള്ള സാധ്യതയുണ്ട്. സാധാരണ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിഹാസച്ചിരിയും പാർട്ടിയിലും മുന്നണിയിലും കാര്യമായ മറുപടികളും നൽകാതെയാണ് ഈ വിവാദങ്ങളിലെ നിലപാടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതിന് സാധ്യമാകില്ല. കാരണം ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും ഒക്കെ നിയമസഭയിൽ മറുപടി പറയേണ്ട ഭരണഘടനാപരമായ ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദ വിഷയങ്ങൾ ഓരോന്നായി സഭയുടെ തളത്തിലേക്ക് എത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് സഭയുടെ ആദ്യത്തെ ദിവസം വയനാട് ദുരന്തബാധിതർക്ക് അനുശോചനം അർപ്പിച്ച് സഭ പിരിയുകയാണ് ഉണ്ടായത്. ഇന്നാണ് യഥാർത്ഥത്തിൽ സഭയിൽ പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകൾ ഇന്നു മുതലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അടിയന്തര പ്രമേയമായി എന്തെത്തുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത്. കാരണം ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എല്ലാം ഒറ്റ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പോകില്ല. കാരണം 5 ദിവസം ഇനിയും സഭ ചേരാനുണ്ട്. ഓരോ ദിവസങ്ങളിലായി വിവാദ വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയായിരിക്കും UDFന്റെ തീരുമാനം. പക്ഷേ ഈ പ്രധാനപ്പെട്ട ആദ്യത്തെ ദിവസത്തെ എന്ന രീതിയിൽ ഇന്ന് എന്ത് വിഷയമാണ് അടിയന്തര പ്രമേയം ഉന്നയിക്കുക എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കാരണം UDFന്റെ പാർലമെന്ററി ബോർഡ് യോഗം ചേർന്ന് മാത്രമായിരിക്കും, അത് സഭ ചേരുന്നതിന് തൊട്ട് മുൻപാണ് പാർലമെന്ററി യോഗം ചേരുക. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അടിയന്തര പ്രമേയത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ സെപ്റ്റംബർ 21 നടത്തിയ വാർത്താ സമ്മേളനം, തുടർന്ന് ഹിന്ദു പത്രത്തിലുമൊക്കെ നടത്തിയ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും PR ഏജൻസി വിവാദവുമായിരിക്കും നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഇന്നത്തെ ദിവസം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് KT ജലീലിനെ പോലെ ഒരു നേതാവ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഈ പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതിനൊരു പ്രത്യേക രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ UDFന് കഴിയുന്നൊരു വിഷയമാണ്. അത് കൂടുതൽ കത്തിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നേട്ടം UDFന് ഉണ്ടാക്കാൻ കഴിയും, മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിലയിരുത്തൽ UDFനുണ്ട്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഓരോ ആരോപണങ്ങളായി രംഗത്ത് വരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ PV അൻവറിന്റെ വിവിധ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും നിലനിൽക്കുന്നു. അതിൽ ADGPക്കെതിരായിട്ടുള്ള നടപടിയുടെ പോരായ്മ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് സഭയിൽ പ്രതിഷേധമുയർത്താം, അല്ലെങ്കിൽ അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ P ശശിക്കെതിരായ ആരോപണങ്ങൾ, ഈ PR വിവാദം ഓരോന്നോരോന്നായി എടുത്തു കാണിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ചോദ്യോത്തര വേള മുതൽ നിയമസഭയിൽ ഇന്ന് പ്രതിഷേധമാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളത്. കാരണം 3 വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ചോദ്യോത്തര വേളയിൽ നേരിട്ട് മറുപടി പറയേണ്ടി വരും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിൽ ഒന്ന് PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലാണ്. ഈ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നടപടികളടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളായി ഉള്ളത് ഈ അൻവർ ഫോൺ ചോർത്തൽ നടത്തിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഒളിച്ചുകളി തുടർന്ന സർക്കാരിന് അൻവർ ഈ രീതിയിൽ ഫോൺ ചോർത്തൽ നടത്തിയോ എന്ന് വ്യക്തമാക്കേണ്ടി വരും. നടത്തിയെങ്കിൽ അൻവറിന് ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, പോലീസിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി സഭയിൽ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാക്കിയ നിവേദനത്തിലെ ചില അശാസ്ത്രീയതകളൊക്കെ മാധ്യമ വാർത്തകളാകുകയും പിന്നീട് മുഖ്യമന്ത്രി അതിനെ പരിഹസിക്കുന്ന രീതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന് വീഴ്ച പറ്റിയോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളായി പൂഴ്ത്തിവെച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും പ്രതിപക്ഷം സഭയിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി നൽകിയിട്ടുണ്ട്. അതിനെല്ലാം മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഇന്ന് മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ടി വരും. അടിയന്തര പ്രമേയമായി ഉന്നയിക്കുന്ന വിഷയത്തിലും മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കേണ്ടി വരും. ഇത്രയും കാലം സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ ഒഴുക്കൻ മട്ടോ അല്ലെങ്കിൽ കാര്യമായ പ്രതികരണം ഇല്ലാത്ത രീതികളോ ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്ന് മുതൽ വരുന്ന ദിവസങ്ങളിൽ 15-ാം തീയതി വരെയാണ് സഭ സമ്മേളിക്കുന്നത്. ആ 7 ദിവസം കൃത്യമായി സഭയിൽ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനുണ്ട്. പ്രക്ഷുബ്ധമായ അവസ്ഥ തന്നെയായിരിക്കും ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ തർക്കമില്ല.
അത് എത്രത്തോളം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം കഴിഞ്ഞ ദിവസം ADGPക്കെതിരെ ഉണ്ടായ നടപടി. ആ നടപടിയുടെ അതൊരു നടപടിയായി പോലും വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സാധാരണ ട്രാൻസ്ഫർ എന്നതിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല എന്ന് പോലും വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഇത് ഉന്നയിച്ച CPIയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി, അല്ലെങ്കിൽ CPIയെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള നടപടി എന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങളും ഒക്കെ സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ നടപടി വൈകിയതിൽ ഇപ്പോഴും ഈ CPIയിലും CPMനകത്ത് പോലും അതൃപ്തിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് പോലും അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിൽ ADGPക്കെതിരായ നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ CPIയെ സർക്കാർ പറ്റിച്ചു എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാം. അത് കൂടുതൽ CPIക്ക് അതിൽ കൂടുതൽ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആകെ മൊത്തം സർക്കാരിനെയും മുന്നണിയെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ UDFന് ഒരുപാട് വിഷയങ്ങളുണ്ട്, തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ സഭയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഭരണപക്ഷത്തിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചതിന് ശേഷം PV അൻവർ ആദ്യമായി സഭയിൽ എത്തുകയായിരിക്കും. ഇന്ന് അദ്ദേഹം സഭയിൽ എത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗതുകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് കാണേണ്ടി വരും. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അൻവറിനെ സഭയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഏത് രീതിയിൽ സഭയിൽ മറുപടി നൽകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ വളരെ രാഷ്ട്രീയ കൗതുകങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് CPIയും ഈ രീതിയിൽ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം എങ്ങനെയെങ്കിലും ഈ നടപടി ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ, ഞങ്ങൾ പറഞ്ഞ കാര്യമൊന്നും നടത്തി സാധിച്ചല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു വിനോയ് വിശ്വമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഓർഡറൊക്കെ കൂടുതൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ADGP മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകളൊക്കെ കൂടുതൽ ചർച്ചയാക്കുന്ന സാഹചര്യത്തിൽ CPI ഒരു പ്രതിരോധത്തിൽ നിൽക്കുകയാണ് എന്ന് നമുക്കൊരു തരത്തിൽ വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം CPI വലിയ രീതിയിൽ നിലപാടെടുത്തെങ്കിലും കാര്യമായൊരു നടപടി MR അച്യുത് കുമാറിനെതിരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ട്രാൻസ്ഫർ മാറ്റിയെങ്കിലും മുൻപുണ്ടായിരുന്ന ബറ്റാലിയനുകളുടെ അഡീഷണൽ ചുമതല അത് പൂർണ്ണ ചുമതലയായി മാറ്റി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ വളരെ കൂടുതൽ വിവാദങ്ങൾ ഈ പറയുന്ന 7 ദിവസം നീളുന്ന സഭയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഈ സമ്മേളന കാലയളവിൻ്റെ ഒരു പ്രത്യേകത. അതെന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രത്യാരോപണങ്ങളൊക്കെ സഭയെ ചൂടുപിടിപ്പിക്കുകയും ചെയ്യും. ശരി, എന്തായാലും വിവാദ വിഷയങ്ങൾ ഇന്ന് ചർച്ചാ വിഷയമാകുമോ എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കുമ്പോൾ ഇത്തരം വിവാദ വിഷയങ്ങളിലൊക്കെ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതിനൊക്കെ മറുപടി പറയുമോ മുഖ്യമന്ത്രി? ഇത് ഏതു രീതിയിലായിരിക്കും ഇടതുപക്ഷം പ്രതിരോധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടുന്ന കാര്യം തന്നെയാണ്. പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.